വെൽക്കം, തൈമനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രഗ്സ് ഫോർ ഗ്ലൂക്കോമ, ഫാർമക്കോളജിയാണ്. ഫാർമക്കോളജി ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ഗ്ലൂക്കോമയാണ് നമ്മൾ സംസാരിച്ചത്. ഇത് പറയാൻ നമുക്ക് ആദ്യം എന്താണ് ഗ്ലൂക്കോമ ഒന്ന് ചെറുതായിട്ടെങ്കിലും പറയേണ്ടി വരും. ദെൻ പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഗ്ലൂക്കോമ ഒന്ന് പറയാതെ നമുക്ക് ഡിഫറെന്റ് ഡ്രഗ്സിനെ പറ്റി പറയാൻ പറ്റില്ല. കാരണം ചിലത് ഒരു ടൈപ്പിന് പറ്റും, ചിലത് മറ്റേ ടൈപ്പിനായിരിക്കും. സോ അങ്ങനെ കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ടൈപ്സ് എന്ന് പറഞ്ഞ് പോകേണ്ടി വരും. സോ നമ്മളപ്പോൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഗ്ലൂക്കോമ ആൻഡ് ഡ്രഗ്സ് യൂസ് ഫോർ ദാറ്റ് ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ. ദെൻ ഓൾസോ ലേറ്റസ്റ്റ് പുതിയതായിട്ടുള്ള മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ ഗ്ലൂക്കോമയിൽ, അതും കൂടി ഒന്ന് പറഞ്ഞു പോകും. സോ ഇതാണ് നമ്മുടെ ബേസിക് പ്ലോട്ട്. സോ ഗ്ലൂക്കോമ ഡ്രഗ്സ് ഫാർമക്കോളജി. നമുക്ക് ആദ്യം എന്താണ് ഗ്ലൂക്കോമ എന്ന് പറയാം. സോ ഗ്ലൂക്കോമ ഇസ് എ ക്രോണിക് ആണ്. ക്രോണിക് ആയിട്ടുള്ള പ്രോഗ്രസീവ്, തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പ്രോഗ്രസീവ്. ലീഡ്സ് ടു പ്രോഗ്രസീവ് ഡിസീസ് ലീഡ്സ് ടു ഓപ്റ്റിക് ന്യൂറോപ്പതി ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഓപ്റ്റിക് ന്യൂറോപ്പതിയിൽ അവസാനിക്കും. സോ ഇറ്റ്സ് എ ക്രോണിക് ഡിസീസ്, ദീർഘനാൾ കൊണ്ടുണ്ടാകുന്നതാണ്. പതിയെ പതിയെ മുന്നോട്ട് പോയി അങ്ങനെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഉണ്ടാക്കുക. തിരിച്ച് പഴയ പോലെ ആക്കാൻ പറ്റില്ല. സോ പ്രോഗ്രസീവ് ഡിസീസ് ആണ്. ഗ്ലൂക്കോമ ഉള്ളവരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങൾ കിട്ടും. ട്രയാഡ്സ് എന്നാണ് അതിന് പറയാം. 3 കാര്യങ്ങൾ. ഒന്ന്, അവരുടെ ഇൻട്രാ ഓക്കുലാർ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ഇൻട്രാ ഓക്കുലാർ പ്രഷർ, IOP. കണ്ണിനകത്ത് ഇൻട്രാ ഓക്കുലാർ പ്രഷർ വർദ്ധിച്ചായിട്ട് നമ്മൾ ടോണോമെട്രി വെച്ചിട്ട് ചെയ്യുക, പരിശോധനയിൽ കാണാം. നോർമൽ IOP ഉള്ളവരിലും ചിലപ്പോൾ ഗ്ലൂക്കോമ ഉണ്ടാകാം, അത് വേറെ കാര്യം. രണ്ടാമത്തത് ഓപ്റ്റിക് ഡിസ്ക് ചേഞ്ചസ് ആണ്. ഓപ്റ്റിക് ഡിസ്കിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതെങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫണ്ടോസ്കോപ്പി വഴി അവർക്ക് നോക്കിയാൽ, ഡോക്ടർമാർക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓപ്റ്റിക് നെർവിന് ഡാമേജ്, ഇവിടെയൊക്കെ ഇതാണ് നെർവ്, ഇത് റെറ്റിനൽ ലെയർ ആണ്. റെറ്റിനൽ ലെയർ ഇങ്ങനെ പോകുന്നതാണ് ഓപ്റ്റിക് നെർവ്. സോ അവിടെ ഡാമേജ് കാണാൻ പറ്റും. ദെൻ കണ്ണിന്റെ വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്സ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് മൂന്നാമത്തത്. വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്സ് ഉണ്ടായിരിക്കും. നേരത്തെ ഇത്രയും കാണാമെങ്കിൽ ഇപ്പൊ ഇത്രയൊക്കെ കാണുന്നുണ്ടാവുള്ളൂ. രോഗി അറിയില്ല, രോഗി ഇവിടെ നോക്കുമ്പോൾ അത് കാണുന്നുണ്ട്. സോ വിഷ്വൽ ഫീൽഡ് കുറഞ്ഞതായിട്ട് പെരിമെട്രി ടെസ്റ്റ് ആണ് അതിന് ചെയ്യുക. വേറെ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. വിഷ്വൽ ഫീൽഡ് കുറഞ്ഞത് രോഗിക്ക് കാഴ്ചയിൽ അറിയാൻ പറ്റില്ല, കാരണം രോഗി നേരിട്ട് കാണുന്നതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അവസാനം പൂർണ്ണമായിട്ട് അന്ധനാവുമ്പോഴാണ് ഇത് അറിയാൻ പറ്റുള്ളൂ. സോ 3 കാര്യങ്ങൾ. വേറെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ ചിലപ്പോൾ ഉണ്ടാവണമെന്നേ ഇല്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ആദ്യം നമുക്ക് ഈ IOP, ഇൻട്രാ ഓക്കുലാർ പ്രഷർ, എന്താണെന്ന് നോക്കാം. നമ്മുടെ കണ്ണിൽ 2 തരം ഫ്ലൂയിഡ്സ് 2 സ്ഥലത്തായിട്ടുണ്ട്. ഒന്ന് ഇവിടെയാണ്, വിട്രിയസ് ചേംബറിനകത്ത് വിട്രിയസ് ഫ്ലൂയിഡ് ഓർ വിട്രിയസ് ഹ്യൂമർ. ഇതൊരു ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ്. സോ ലെൻസിന്റെ പിറകിലാണ്, റെറ്റിനയുടെ മുൻവശത്താണ്. സോ ഇതിനകത്താണ്, ഈ ഭാഗത്താണ് വിട്രിയസ് ഫ്ലൂയിഡ് ഓർ വിട്രിയസ് ഹ്യൂമർ ഉള്ളത്. രണ്ടാമത്തത് അക്യൂസ് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടറിയാണ്. അക്യൂസ് ഹ്യൂമർ വാട്ടറിയാണ്. ഇത് ലെൻസാണ്. ഇതാണ് നമ്മുടെ ലെൻസിന്റെ മുന്നിലാണ്. ഇത് കോർണിയാണ്, കോർണിയ വരെയുള്ള ഭാഗം. സോ ലെൻസ് ടു കോർണിയാണ്. സോ ലെൻസിന്റെയും കോർണിയയുടെയും ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഇരിപ്പുണ്ടല്ലോ, ഇതാണ് ഐറിസ് എന്ന് പറയും. സോ ഇവിടം വരെയുള്ള ഒരു ഭാഗമുണ്ട്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം. സോ ലെൻസിനും ഐറിസിനും ഇടയിലുള്ള ഈ ഭാഗത്തെ നമ്മൾ പോസ്റ്റീരിയർ ചേംബർ എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് പോസ്റ്റീരിയർ ചേംബർ. ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ളത് തന്നെ നമുക്ക് ആന്റീരിയർ ചേംബർ എന്ന് വിളിക്കും. സോ പോസ്റ്റീരിയർ ചേംബറിലുണ്ട്, അതായത് ഇവിടെയുണ്ട്, ഇതേ ഫ്ലൂയിഡ് തന്നെ ഇവിടെയും ഉണ്ട്, 2 സ്ഥലത്തുണ്ട്. സോ പോസ്റ്റീരിയർ ചേംബർ പ്ലസ് ആന്റീരിയർ ചേംബർ 2 സ്ഥലത്തും കൂടി ചേരുമ്പോഴാണ് അക്യൂസ് ഹ്യൂമർ. ഇവിടെ ഇത്രയും ഭാഗത്താണ് ഉള്ളത്. ഇനി എന്തിനാണ് ഈ അക്യൂസ് ഹ്യൂമർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലെൻസും ഈ കോർണിയയും ദീസ് ആർ എവാസ്കുലാർ ആണ്. ബ്ലഡ് സപ്ലൈ ഇല്ല. സോ ഇതിന് നറിഷ്മെന്റ് വേണം, ഇത് ഇവിടെ നിന്നായിരിക്കും കൊടുക്കുക. ദെൻ മെറ്റബോളിക് പ്രോസസ്, ഇതിനകത്ത് പല മെറ്റബോളിക് പ്രോസസ് ഇവിടേക്ക് നടക്കുന്നുണ്ട്. സോ അവിടെ നിന്നൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് പോകും. ദെൻ ഇതിന് ഈ ഭാഗത്തൊരു ഷേപ്പ് കൊടുക്കണം അല്ലേ, ഐബോളിന് ഷേപ്പ് കൊടുക്കണമെങ്കിൽ ദിസ് അക്യൂസ് ഹ്യൂമർ ഇവിടെ വേണം, വിട്രിയസ് ഹ്യൂമർ ഓർ വിട്രിയസ് ഫ്ലൂയിഡ് ഇവിടെയും വേണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുക. ഇതെല്ലാം നിലനിർത്താൻ നമുക്ക് അക്യൂസ് ഹ്യൂമറിന്റെ ആവശ്യം ഉണ്ട്. സോ എത്ര അക്യൂസ് ഹ്യൂമർ ഉണ്ടാവും എന്ന് വെച്ചാൽ 0.25 മൈക്രോ ആണ് കേട്ടോ. മൈക്രോ ലിറ്റർ പെർ അവർ ആണ് ഉണ്ടാവുക. മൊത്തം എത്ര ഉണ്ടെന്ന് വെച്ചാൽ ആകപ്പാട് 0.3 ml. ഇതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 0.3 ml മാത്രമേ ഉള്ളൂ. ഈ 0.3 ml ആണ് ഇത്രയും സ്ഥലത്ത് ഒരു 12 മുതൽ 20 വരെ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പ്രഷർ. ഇതാണ് നോർമൽ ഇൻട്രാഓക്കുലർ പ്രഷർ എന്ന് വെച്ചാൽ 12 to 20 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ആണ്. അപ്പോൾ ഈ പ്രഷർ കൂടിയാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ കൂടുന്നു. H മൂലം ഇവിടുത്തെ പ്രഷർ, അകത്തെ പ്രഷർ കൂടി കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് ലെൻസ് ഇങ്ങോട്ടേക്ക് തള്ളും. സോ ഇങ്ങോട്ടേക്ക് ഇതിനകത്തേക്ക് പ്രഷർ വരും. സോ സമ്മർദ്ദം ഇവിടെ വർദ്ധിച്ചിട്ട് ഇവിടെ റെറ്റിനൽ ലെയർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പച്ച കളറിൽ കാണുന്നതാണ് റെറ്റിനൽ ലെയർ ഓഫ് റെറ്റിനയാണ്. ഇവിടെ ഗാംഗ്ലിയോൺ സെല്ലാണ് ഏറ്റവും അറ്റത്തുള്ളത്. ഗാംഗ്ലിയോൺ സെൽ ഉണ്ട്. സോ ഇവിടെ ആയിട്ട് ചേർന്നിരിക്കുമ്പോൾ ഇവിടെ അതിന്റെ ആക്സോണുകളാണല്ലോ ഇങ്ങനെ പോകുന്നത്. സോ ഇവിടെ ഓപ്റ്റിക് നെർവ് ആയിട്ടാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. സോ ദിസ് വിൽ കംപ്രസ്. ഇവിടെ ഈ നെർവ്സ് കംപ്രസ്ഡ് ആവും. സോ മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ തള്ളൽ വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴത്തേക്കും ഹൈപ്പോക്സിക് ഡാമേജ്
ഡാമേജ് ഉണ്ടാവും, ഹൈപ്പോക്സിക് ഡാമേജ് ഉണ്ടാവുമ്പോൾ ദാറ്റ് ക്യാൻ ഓൾസോ കോസ് ഡാമേജ് ടു ദ nerve. ഈ പ്രഷർ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ലാമിന ക്രിബ്രോസ, ഇതാണല്ലോ ലാമിന ക്രിബ്രോസ, ഇങ്ങനെ തുളകളാണ്, ഇതിലൂടെയാണ് നെർവ് പോകുന്നത്. സോ ഇവിടെ ഇങ്ങനെയൊക്കെ തള്ളി ഇങ്ങോട്ടേക്ക് വരും, അതിനാണ് നമ്മൾ കപ്പിംഗ് എന്ന് പറയാം. സോ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക. സോ ദീസ് ഓൾ മെക്കാനിക്കൽ ആൻഡ് ഓൾസോ ഹൈപ്പോക്സിക് ഡാമേജ് ഇതെല്ലാം ചേർത്ത് ഇങ്ങോട്ടേക്ക് പോകുന്ന ഓപ്റ്റിക് നെർവിന്റെ പ്രവർത്തനം ശരിയല്ലാതെ വരും. സോ ഇത് കാഴ്ചയെ പതിയെ ബാധിക്കും. വിഷ്വൽ ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞു, വിഷ്വൽ ഫീൽഡ് ഇത് മൊത്തമാണെങ്കിൽ അത് ഇത്രയാകും, പിന്നെ ഇത്രയാകും, കുറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ടാകും, അവസാനം കാഴ്ച നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഇപ്പൊ ഇതിന് ഡാമേജ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഓൾറെഡി ഉള്ള ഡാമേജ് എല്ലാം ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ്, അതും തിരിച്ചു വരില്ല. അത് ഇല്ലാതാക്കാനോ കുറയ്ക്കാനോ പറ്റില്ല. ഇനി മുന്നോട്ട് പക്ഷേ ഫർദർ പ്രോഗ്രഷൻ ഓഫ് ഡിസീസ് നമുക്ക് തടഞ്ഞു നിർത്താം. ഇവിടെ തളൽ നിൽക്കുമ്പോൾ ഇനി വീണ്ടും പ്രശ്നങ്ങളില്ല. സോ കാഴ്ച അവസാനം അന്തിമമായിട്ട് ഇല്ലാതാകുന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അതാണ് മരുന്ന് ഉപയോഗിച്ചാലുള്ള ഗുണം. സോ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ രോഗിയിൽ പ്രത്യേകിച്ച് കാഴ്ചശക്തി കൂടുന്നുണ്ടോ? ഇല്ല, കാഴ്ചശക്തി കൂടുന്നില്ല. പ്രത്യേകിച്ച് രോഗിക്ക് ഒന്നും അനുഭവപ്പെടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് രോഗികൾ എന്ത് ചെയ്യും? രോഗികൾ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നിർത്താനുള്ള പ്രവണത കൂടുതലായിരിക്കും. സോ പ്രത്യേകിച്ച് ഫലമോ ഗുണമോ ഇല്ല എന്ന് അവരങ്ങ് കരുതും. സോ രോഗികളെ മരുന്ന് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ശരിയായ ഗുണഫലങ്ങളെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളത്, ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഗ്ലൂക്കോമ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ. നമുക്കിനി ഗ്ലൂക്കോമ ടൈപ്സ് എന്ന് പറയാം. സോ പ്രധാനമായിട്ടും നമ്മൾ വിവരിക്കുന്നത്, നമ്മളിവിടെ പറയുന്ന മരുന്നുകൾ, ഒന്ന് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ, OAG എന്ന് എഴുതിയാൽ മതി. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ അല്ലെങ്കിൽ വൈഡ് ആംഗിൾ ഗ്ലൂക്കോമ, വൈഡ്, W ഫോർ വൈഡ്, ഇത് ഓപ്പൺ ആണ്. രണ്ടാമത്തത് വീണ്ടും പ്രൈമറി തന്നെയാണ്. സോ ഇത് രണ്ടും പ്രൈമറിയാണ്. പ്രൈമറി നാരോ ആംഗിൾ ഗ്ലൂക്കോമയാണ്. നാരോ ആംഗിളിനെ നമ്മൾക്ക് വേണമെങ്കിൽ ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ എന്നും വിളിക്കാം. സോ നമ്മൾ ഇതിനുപയോഗിക്കുന്ന മരുന്നും ഇതിനുപയോഗിക്കുന്ന മരുന്നാണ് പ്രധാനമായിട്ട് പറയാ. ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയാം, അല്ലെ? സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ട് ഉണ്ടാവുന്ന ഹൈപ്പർ ടെൻഷൻ. സോ സെക്കൻഡറി ഗ്ലൂക്കോമയുണ്ട്. അതിലും ഇതേപോലെ തന്നെ ഓപ്പൺ ആംഗിൾ ആകാം, ഇതർ ഓപ്പൺ ആംഗിൾ ഓർ നാരോ ആംഗിൾ. ഇതാണ് സെക്കൻഡറി. മൂന്നാമത്തത് ഉള്ളത് കൺജനിറ്റൽ ആണ്. കൺജനിറ്റൽ, ജന്മന ഉണ്ടാകുന്ന ഗ്ലൂക്കോമ, തകരാറുകൾ, പലതരത്തിലുള്ള ഗ്ലൂക്കോമകൾ. സോ ഏറ്റവും കൂടുതൽ ഇതിലുള്ളത് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയാണ്. ദെൻ അതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊക്കെ കുറവായിരിക്കും. ദെൻ സെക്കൻഡ് നമ്മൾ പറയുന്നത് നാരോ ആംഗിൾ ഗ്ലൂക്കോമയാണ്. സോ ഇതിന്റെ തന്നെ പല സ്റ്റേജ് ഉണ്ട്. ഇതിന്റെ സ്റ്റേജ് അക്യൂട്ട് സ്റ്റേജിലുള്ളതാണെങ്കിൽ രോഗിക്ക് രോഗലക്ഷണങ്ങൾ കാണും, വിഷമതകൾ കാണും. അതിന് നമുക്ക് എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ടി വരും. മറ്റേതിനൊന്നും എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ട, പക്ഷെ ഇതിന് എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ട കേസാണ്. പിന്നെ നമുക്ക് മരുന്നുകളിലേക്കാണ് നമ്മൾ വരിക. സോ ആദ്യം നമ്മൾ സംസാരിക്കുന്നത് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ. അതിനുപയോഗിക്കുന്ന മരുന്നുകളെ പറ്റിയാണ് നമ്മൾ ഇനി ആദ്യം തൊട്ടങ്ങ് പറഞ്ഞു പോവുക. സോ അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ ഓപ്പൺ ആംഗിൾ എന്ന് നമ്മളത് സംസാരിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഇത് നമ്മുടെ ലെൻസ് ആണ്. ഓക്കെ, ഇത് താഴത്ത്, ഇത് വേറെ, ഇത് നാരോ ആംഗിൾ ആണ് കേട്ടോ ഈ പടം. ഇതാണ് നമ്മൾ ഓപ്പൺ ആംഗിൾ. ഇത് നമ്മുടെ ലെൻസ് ആണെങ്കിൽ ഇത് അപ്പോൾ കോർണിയ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഐറിസ്, ഇത് സീലറി ബോഡിയാണ്. ഇത് സീലറി ബോഡി എന്നുള്ള സോണലാർ ഫൈബേഴ്സ് ആണ്. ഇതാണ് സീലറി പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ ആംഗിളില് നമ്മൾ പറയുന്ന ഈ ഇവിടെ ഇത് ഐറിസ് ആണ്, ഇത് കോർണിയ. സോ അതിനെ നമ്മൾ വിളിക്കുക ഐറിസ് ഉണ്ട്. അപ്പൊ ഇറിഡോ കോർണിയൽ ആംഗിൾ എന്നാണ്. ഇറിഡോ കോർണിയൽ ആംഗിൾ. സോ ഈ ആംഗിളിലൂടെയാണ് ആക്ച്വലി ഇത് ഈ അക്വസ് ഹ്യൂമർ പുറത്തേക്ക് പോവുക, അടുത്ത വെയിനിലേക്ക് എത്തുക. സോ ഈ ആംഗിൾ തുറന്നിരിക്കുക. സോ അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ആംഗിൾ. ഈ പടം നോക്കുക, ഈ പടത്തിൽ ഈ ആംഗിൾ അടഞ്ഞിരിക്കുകയാണ് കേട്ടോ, ഇവിടെ തുറന്നിട്ടില്ല, ഇത് അടഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ക്ലോസ്ഡ് ആംഗിൾ ആണ്. നമ്മൾ അതിനെപ്പറ്റി പിന്നീട് പറയും. സോ അതുകൊണ്ടാണ് ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ. സോ മെക്കാനിക്കൽ തടസ്സമില്ല എന്നാണ് ഈ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയുടെ അർത്ഥം. അക്വസ് ഹ്യൂമറിന്റെ ഒഴുക്കിന് നോർമൽ പേറ്റൻസി പക്ഷെ ഇത്തിരി കുറവാണ്. ഈ ഒഴുക്കിന് ഇങ്ങനെ ഒഴുകി പോകുന്നതിന് റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ പേറ്റൻസി കുറവാണ്. പക്ഷെ ദർ ഈസ് നോ ഒബ്സ്ട്രക്ഷൻ, തടസ്സമായിട്ട് അങ്ങനെ ചുരുങ്ങിയിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ എന്ന് നമ്മൾ പറയും. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ ഏറ്റവും കൂടുതൽ ആണ് നമ്മൾ പറഞ്ഞു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ, എബവ് 40 കൂടുതലായിരിക്കാം. ദെൻ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെ, വീട്ടിൽ ആൾക്കാരുണ്ടെങ്കിൽ, സോ ദർ ഈസ് സം ജനറ്റിക് റീസൺ ഉണ്ട്. സോ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ മയോപ്പിയ ഉള്ള ആൾക്കാരിൽ, മയോപ്പിയ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാരിൽ, ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാരിൽ, ഇവരിലൊക്കെ ഈ ചാൻസ് വരാൻ കുറച്ച് കൂടുതലാണ്. ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു, ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ സാധാരണ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, ആക്സിഡന്റലായിട്ടായിരിക്കും അധികം കണ്ടുപിടിക്കുക. എങ്കിലും വരാനാണെങ്കിൽ തലവേദന, ഹെഡ് ഏക്ക് ഉണ്ടായിരിക്കാം. ദെൻ ചിലപ്പോഴെങ്കിലും ബ്ലൈൻഡ് സ്പോട്സ് കാണാം, ബ്ലൈൻഡ് സ്പോട്സ് ചില കാര്യങ്ങൾ കാണാൻ പറ്റും. ദെൻ രാത്രി ഇരുട്ടത്തോട്ട് ഡാർക്ക് അഡാപ്റ്റേഷൻ കുറവായിരിക്കാം. ദെൻ രാത്രി നോക്കുമ്പോൾ ചിലതിനൊക്കെ ഹാലോ ഇങ്ങനെയൊക്കെ കാണാം. സോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പ്രധാനം. കൃത്യമായിട്ട് ഭയങ്കര ഒരു ഇതാണ് ലക്ഷണം എന്നൊന്നും പറയാൻ പറ്റില്ല,
നോക്കിക്കഴിഞ്ഞാൽ IOP മിക്കവാറും കൂടുതലായിട്ടിരിക്കുക. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ ഞാൻ പടമൊന്ന് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. സെയിം തന്നെയാണ്. ഇത് ലെൻസ് ആണ്, ഇത് ഐറിസ് ആണ്, ഇത് കോർണിയാണ്, ഇതാണ് ആംഗിൾ, ഇത് സീലറി, ബോഡിയിലെ സീലറി മസിൽസ് ആണ്, ഇത് സീലറി പ്രോസസ് ആണ്, സീലറി സോണ്യൂൾസ് ആണ്, ഇത് സ്ക്ലീറയാണ്. സോ ഇതാണ് പുറത്തേക്ക് പോകാനുള്ള കനാൽ ഓഫ് ഷ്ലിം ട്രബിക്കുലാർ മെഷ് വർക്ക്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെയാണ്. സോ ഓക്കെ, നമുക്കിവിടെ ചെയ്യാവുന്നത് വാട്ട് വി ക്യാൻ ഡു ഇൻ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ, ഒന്ന് ഇവിടെ നിന്നാണ് സംഭവം ഉണ്ടാവുക. സോ ഒന്ന് ഫസ്റ്റ് തിങ് അക്യൂസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ, നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഒന്ന് കുറയ്ക്കും. ഇതാണ് നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ്, അധികം മരുന്നുകളും ഇതാണ് ചെയ്യുക. രണ്ടാമത്തത് നമുക്ക് ചെയ്യാവുന്നത് ഇതിന്റെ ഡ്രെയിനേജിന് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുന്നു. സോ ഡ്രെയിനേജ്, അക്യൂസ് ഹ്യൂമറിന്റെ ഇൻക്രീസ്ഡ് ഡ്രെയിനേജ് കൂട്ടുക, പുറത്തേക്ക് അത് പോകുന്നത് വർദ്ധിപ്പിക്കുക. പുറത്തേക്ക് എന്ന് വെച്ചാൽ അത് ബ്ലഡ് വെസലിലേക്ക് തന്നെയാണ് പോവുക. സോ ഇതാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. പ്രധാനമായിട്ടും തടസ്സമാണ് പ്രശ്നം എന്നാണ് പറയാം. ആൻഡ് നമുക്കിനി ആദ്യം അക്യൂസ് ഹ്യൂമർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയാം. സോ അക്യൂസ് ഹ്യൂമർ ഉണ്ടാകുന്നത് ബ്ലഡിലെ പ്ലാസ്മയിൽ നിന്നാണ്. ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ, സോ ബ്ലഡ് വെസലിലുള്ള നമുക്കറിയാം ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. ഈ പ്ലാസ്മയുടെ അൾട്രാ ഫിൽട്രേറ്റ് ആണ്, ഇവിടെ വരുന്ന അൾട്രാ ഫിൽട്രേറ്റ് ആണ് ഈ സീലറി പ്രോസസ്സിലേക്ക് എത്തുന്ന ബ്ലഡ് വെസൽസിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഈ അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്നത്. നമ്മുടെ ലിംഫ് പോലെ അല്ലെങ്കിൽ ബ്രെയിനിലുള്ള CSF പോലെ ഉള്ള ഒരു ദ്രാവകമാണ് ബ്ലഡ് വെസൽ, ബ്ലഡിൽ നിന്ന് തന്നെ വരുന്ന ദ്രാവകം. ആൻഡ് ഇവിടെ സീലറി പ്രോസസ് ആണ് ഇവിടെ ഉള്ള, അവിടെ ബ്ലഡ് വെസൽ വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ ബ്ലഡ് വെസൽ എത്തുന്ന ഭാഗത്ത് ഇവിടെ ഞാൻ ഈ കുത്തു പോലെ വരച്ചിരിക്കുന്നത് നോൺ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. കാരണം ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, ഇവിടെ നോൺ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് സീലറി എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് തൽക്കാലം എപ്പിത്തീലിയൽ സെൽസ് എന്ന് വിളിക്കും, സീലറി എപ്പിത്തീലിയൽ. ഈ സെൽസിൽ ഇവിടെ ഒരു സീലറി എപ്പിത്തീലിയൽ ആണ്. ഇവിടെ ഒരു പമ്പ് ഉണ്ട്, ആൻഡ് ദിസ് ഈസ് സോഡിയം ATPase പമ്പ് ഉണ്ട്. ആൻഡ് ദിസ് പമ്പ് ക്യാൻ പമ്പ് ഔട്ട്, ഇങ്ങോട്ടേക്കല്ല ഇവിടെ, ഇത് ഇവിടത്തേക്കാണ് പമ്പ് ചെയ്യുന്നത്. ഇത് ഉള്ളിലേക്കാണ്, വിട്രിയസ് ബോഡിയാണ്. സോ ഇത് ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്യുന്നത് സോഡിയം പമ്പ് ചെയ്യും. സോഡിയം പമ്പ് ചെയ്യുമ്പോഴത്തേക്കും ആക്റ്റീവ് ആയിട്ടാണ് പമ്പ് ചെയ്യുക. ഓസ്മോളാലിറ്റി ഇവിടെ കൂടും, ഇവിടെ ഓസ്മോളാലിറ്റി കൂടുമ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ വെള്ളം ഇങ്ങോട്ടേക്ക്, വാട്ടർ വിൽ ഫോളോ. സോ ആക്റ്റീവ് പ്രോസസ് ആണ്. സെക്രീഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ ഈസ് മോസ്റ്റ്ലി 70% ഈസ് ആക്റ്റീവ് പ്രോസസ് ആണ്, ആക്റ്റീവ് സെക്രീഷൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ആൻഡ് ഇനി സെൽസിൽ കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. സോ ഇവിടെ എപ്പിത്തീലിയൽ സെൽസ് ആണെങ്കിൽ ഇവിടെ കാർബോണിക് അൺഹൈഡ്രേസ്, നമ്മൾ കിഡ്നിയിലൊക്കെ ഡയോറിറ്റിക്സ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞാണ്. സോ കാർബോണിക് അൺഹൈഡ്രേസ് എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ, അത് കാർബോണിക് ആസിഡ് ആകും. കാർബോണിക് ആസിഡ് അൺസ്റ്റേബിൾ ആണ്, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ ബൈകാർബണേറ്റ് ആക്കി മാറ്റും. ദെൻ ഇത് വീണ്ടും ഇങ്ങോട്ടേക്ക് വീണ്ടും മാറ്റാം, കാർബോണിക് ആസിഡിന് ഇങ്ങനെ മാറ്റാം. സോ ഇതാണ് എന്റെ പരിപാടി. സോ ഇവിടെ ഈ സെല്ല് കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൂടുതൽ ബൈകാർബണേറ്റ് ഇങ്ങോട്ടേക്ക് വരും. സോ ദാറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു മോർ പ്രൊഡക്ഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ. സോ ഇവിടെ എത്തുന്ന ബ്ലഡ് വെസലിൽ നിന്ന് പ്ലാസ്മ പുറത്തേക്ക്, അതായത് ഇവിടെ ഈ ചേംബറിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റീരിയർ ചേംബർ ആണ്, ഇതാണ് ആന്റീരിയർ ചേംബർ. സോ അക്യൂസ് ഹ്യൂമർ ഈസ് സെക്രീറ്റഡ് ഇൻടു ദ പോസ്റ്റീരിയർ ചേംബർ. പോസ്റ്റീരിയർ ചേംബറിലേക്കാണ് അക്യൂസ് ഹ്യൂമർ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ആൻഡ് ദിസ് അക്യൂസ് ഹ്യൂമർ കണ്ടെയ്ൻ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, വൈറ്റമിൻ C ഉണ്ടായിരിക്കും, ബാക്കി ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഫ്ലൂയിഡ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ വരുന്ന ബ്ലഡ് വെസൽസ് ഒന്ന് വരയ്ക്കാം. ഇത് ഒരു ബ്ലഡ് വെസൽ ഇവിടെ വരികയാണ്. ഓക്കെ, ഒരു ബ്ലഡ് വെസൽ വരുന്നു. ഇതിന്റെ തൊട്ടടുത്ത് എന്താ ഉള്ളത്, നോൺ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ സീലറി എപ്പിത്തീലിയം, അതുണ്ട്. സോ ഇവിടെ ഒരുപാട് റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ റിസെപ്റ്റേഴ്സ് ബ്ലഡ് വെസൽസിൽ β2 ഉണ്ട്, ഇവിടെയുണ്ട് β2, ഇവിടെയും β2. സോ ബ്ലഡ് വെസൽസ് β2ന്റെ ആക്ഷൻ β2 ഡയലേഷൻ ആണ് അല്ലെ, ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നതാണ് β2 എന്ന് പറയുന്നത്. എപ്പിത്തീലിയൽ സെൽസിന്റെ ആക്ഷനും വർദ്ധിപ്പിക്കുകയും ചെയ്യും. സോ എപ്പിത്തീലിയൽ സെൽസ് ഇതാണെങ്കിൽ അതിന്റെ ആക്ഷൻ വർദ്ധിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ തടഞ്ഞാലോ, ഇഫ് ഇൻഹിബിറ്റ് അല്ലെ, ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽ ചുരുങ്ങുകയും ചെയ്യും, ഇതിന്റെ ആക്ഷൻ കുറയുകയും ചെയ്യും. സോ അപ്പോൾ നമുക്ക് ഡിക്രീസ് അക്യൂസ് ഹ്യൂമർ, അത് കുറയ്ക്കാൻ പറ്റുമല്ലോ. രണ്ടാമത്തത് ഈ ബ്ലഡ് വെസലിൽ α1 ഉണ്ടെന്ന് കരുതുക. α1 എന്താ പരിപാടി, α1 ഇതിനെ ചുരുക്കുകയാണ് അല്ലെ. α1 ക്യാൻ കൺസ്ട്രിക്ട്, വാസോ കൺസ്ട്രിക്ടർ ആണ്. സോ ഇഫ് യു ഗിവ് സം ഡ്രഗ്സ് വിച്ച് ക്യാൻ ഇൻക്രീസ് α1 അഗോണിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഗെയിൻ വി ക്യാൻ റെഡ്യൂസ് ദ അക്യൂസ് ഹ്യൂമർ സെക്രീഷൻ. സോ α1 അഗോണിസ്റ്റ് ഉപയോഗിക്കാം. സോ ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ പറഞ്ഞു, ബീറ്റയെ തടയുന്ന മരുന്നുകൾ ഉപയോഗിക്കാം. ദെൻ ഇവിടെ there are some α2 റിസപ്റ്റർ കൂടിയുണ്ട്. α2 റിസപ്റ്റേഴ്സ് എന്താണ്, α2 റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇതിനെ ചുരുക്കുന്നതാണ്. വാസോ കൺസ്ട്രിക്ഷൻ ഈ സെൽസിൽ ഇതിനെ ചുരുക്കാൻ കഴിവുള്ളതാണ്. സോ സീലിയറി എപ്പിത്തീലിയൽ സെൽസിന്റെ പ്രവർത്തനം കുറയ്ക്കാൻ പറ്റും. സോ α2 അഗോണിസ്റ്റ് മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു കാർബോണിക് അൺഹൈഡ്രേസ് ഉണ്ടെന്ന് പറഞ്ഞു. കാർബോണിക് അൺഹൈഡ്രേസിനെ തടഞ്ഞു കഴിഞ്ഞാൽ ബൈകാർബണേറ്റ് സെക്രീഷൻ കുറയും. സോ ദാറ്റ് ഓൾസോ ക്യാൻ റെഡ്യൂസ് അക്യൂസ് ഹ്യൂമർ. സോ നമ്മൾ പറഞ്ഞ മരുന്നുകൾ, ഒന്ന് ബീറ്റ ബ്ലോക്കർ പറഞ്ഞു, രണ്ടാമത്തത് α2 അഗോണിസ്റ്റുകൾ പറഞ്ഞു, α1
1 അഗോണിസ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. ദെൻ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് ദിസ് അക്യൂസ് ഹ്യൂമർ സെക്രീഷൻ. ഇവിടെ നിന്ന് പോസ്റ്റീരിയർ ചേംബറിലേക്കുള്ള അക്യൂസ് ഹ്യൂമർ സെക്രീഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ നമ്മൾ മരുന്നിലെത്തി. ആദ്യത്തെ നമുക്ക് പറയാനുള്ളത് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. ബീറ്റ ബ്ലോക്കേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക β2 തന്നെയാണ്. β2 ബ്ലോക്കേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് പ്രൈമറി, നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് പറയാ. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ് പറയാ. സോ ബീറ്റ ബ്ലോക്കേഴ്സ് ആർ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ്, ഇപ്പോഴും ഫസ്റ്റ് ലൈൻ ആണ്. പക്ഷെ അതല്ല ഡ്രഗ് ഓഫ് ചോയ്സ് ഇതാണെന്ന് വെച്ചാൽ ഇപ്പൊ അല്ല, ഇത്രയും നാളായിരുന്നു. പക്ഷെ ഇപ്പോ അത് പ്രോസ്റ്റാഗ്ലാൻഡിൻ F2 ആൽഫയാണ്. എങ്കിലും ഡോക്ടർമാർ മിക്കവാറും ഇത് തന്നെ ആയിരിക്കും എഴുതുക. ഡ്രഗ് ഓഫ് ചോയ്സ് ആയിരുന്നു. ബീറ്റ ബ്ലോക്കേഴ്സിന്റെ പ്രവർത്തനം എന്താണ്? വാസോ ഡയലേഷൻ തടയുന്നു. സോ എപ്പിത്തീലിയൽ സെൽസിന്റെ β2 പ്രവർത്തനം തടയുന്നു. അക്യൂസ് ഹ്യൂമർ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. അത് നമ്മൾ പറഞ്ഞു. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ മരുന്നിന്റെ പേര് ടിമോലോൾ ആണ്. ടിമോലോൾ 0.5% BD, വെരി ഇമ്പോർട്ടന്റ് ഡ്രഗ്. സോ നമ്പർ 1 ചോയ്സ് ഇസ് ടിമോലോൾ. ദെൻ ലീവോബുനോലോൾ ഉണ്ട്. ലീവോബുനോലോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത ലോങ് ആക്ടിങ്, മോസ്റ്റ് ലോങ് ആക്ടിങ് ബീറ്റ ബ്ലോക്കർ ലീവോബുനോലോൾ ആണ്. കാർട്ടിയോലോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. മെറ്റിപ്രാനോൾ, മെറ്റോപ്രലോൾ അല്ലട്ടോ, മെറ്റിപ്രനോൾ എന്ന് പറയുന്ന മരുന്നാണ്. ഇതെല്ലാം നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്. നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ എന്ന് വെച്ചാൽ β2നെയും β1നെയും തടയുന്നതാണ്. ഇനി β1 സെലക്റ്റീവ് ചിലപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി വരും. β1 സെലക്റ്റീവ് ബ്ലോക്കർ അതിന് എഫിക്കസി കുറവാണ്. കാരണം ഞാൻ പറഞ്ഞു β2 ആണ് ഇവിടെ അധികം ഉള്ളത്. എങ്കിലും നമുക്ക് β1 ബ്ലോക്കേഴ്സും കൊടുക്കാം. ഉദാഹരണം ബീറ്റാക്സോലോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. ഇതിന്റെ തന്നെ ലീവോ ബീറ്റാക്സാലോൾ എന്ന് പറയുന്ന മരുന്ന്. ഇത് രണ്ടും പ്രധാനമായിട്ടും ഓക്കുലാർ ഹൈപ്പർ ടെൻഷൻ ആണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുക. ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കാം. ഗ്ലൂക്കോമയിൽ നമുക്ക് β2 നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണം ആസ്മ ഉള്ള രോഗികൾക്ക് അല്ലെങ്കിൽ COPD-യിൽ പൾമണറി ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് β2 ഒഴിവാക്കണമെങ്കിൽ അപ്പം നമുക്ക് ബീറ്റാക്സാലോൾ പോലെയുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാം. ബീറ്റ ബ്ലോക്കേഴ്സ് എത്ര കുറയ്ക്കും അക്യൂസ് ഹ്യൂമർ എന്ന് വെച്ചാൽ ഒരു 28 to 48% വരെ അക്യൂസ് ഹ്യൂമർ പ്രൊഡക്ഷൻ കുറയ്ക്കും. രാത്രി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ ഇതിന് രാത്രി പ്രവർത്തനം കുറവാണ്. സ്ലീപ്പ് ടൈമിൽ ഇൻഎഫക്റ്റീവ് ആണ് മരുന്ന്. സ്ലീപ്പ് ടൈം ഇൻഎഫക്റ്റീവ്നെസ് ഉണ്ട് ഈ മരുന്നുകൾക്ക് ബീറ്റ ബ്ലോക്കർ. ആൻഡ് പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് എന്താണ് പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ്? ഒന്ന് ബ്ലിഫാരോ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അലർജിക് ബ്ലിഫാരോ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് ഒരെണ്ണം. രണ്ടാമത്തത് കോർണിയൽ ഹൈപ്പസ്തീഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കാം. ദെൻ കോർണിയൽ അനസ്തെറ്റിക് ആണ് ഈ മരുന്നുകൾ. ബീറ്റ ബ്ലോക്കേഴ്സ് എല്ലാം തന്നെ അനസ്തീഷ്യ ചെറുതായിട്ടുണ്ടാകും. കോർണിയൽ അനസ്തെറ്റിക് എസ്പെഷ്യലി നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സിനെ കുറിച്ച് നമ്മൾ നേരെ പറഞ്ഞപ്പോൾ മെംബ്രെയിൻ സ്റ്റെബിലൈസിംഗ് ആയിട്ടുള്ള ഡ്രഗുകൾ ബീറ്റ ബ്ലോക്കർ ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കരുതെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം മിക്കവാറും. ഓക്കെ, ഞാൻ ഓർക്കുന്നില്ല. ബിക്കോസ് ഓഫ് ഇറ്റ്സ് കോർണിയൽ അനസ്തീഷ്യ ഉണ്ടാക്കാനുള്ള പ്രത്യേകതയാണ്. എങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ കുറവാണ്, എങ്കിലും ഉണ്ട്. ദെൻ ഡ്രൈ ഐസ് ഉണ്ടാക്കാം. മൂന്നാമത്തത് ഡ്രൈ ഐസ്, വരണ്ട കണ്ണുകൾ ഉണ്ടാക്കാം. കാഴ്ച ബ്ലറിംഗ് ഓഫ് വിഷൻ ഉണ്ടാക്കാം. കാറ്ററാക്റ്റിന്റെ പ്രോഗ്രഷൻ വർദ്ധിപ്പിക്കാം. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്ട്. കണ്ണിന്റെ അഡ്വേഴ്സ് എഫക്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി ശരീരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. നമുക്ക് ഒരുപാട് മരുന്നുകൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ബീറ്റ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കാൻ പറ്റാത്ത കോൺട്രാഇൻഡിക്കേഷൻ എന്തൊക്കെയാണ്? കോൺട്രാഇൻഡിക്കേഷൻ ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. ബ്രോങ്കിയൽ ആസ്മ, COPD പോലെയുള്ള പ്രശ്നങ്ങൾ, ബ്രോങ്കോ പൾമണറി ഡിസീസസ്, അതിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബീറ്റാക്സാലോൾ വേണമെങ്കിൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ദെൻ ഹൃദയത്തിന് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാർഡിയോവാസ്കുലാർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയാണെങ്കിലും ബീറ്റ ബ്ലോക്കേഴ്സ് ഒഴിവാക്കേണ്ട കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കും. ദെൻ ഇപ്പോൾ രോഗിക്ക് ഹൈപ്പർ കൊളസ്ട്രോളീമിയ, കൊളസ്ട്രോൾ കൂടുതലുള്ള രോഗിയാണെങ്കിൽ ഇതിൽ ഏത് കൊടുക്കുന്നു വെച്ചാൽ ഡോക്ടർമാർ പ്രിഫർ ചെയ്യുക കാർട്ടിയോലോൾ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. സോ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. അതാണ് ഫസ്റ്റ് ലൈൻ ഇൻ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ, പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ. ഇനി മറ്റേതിന് കൊടുക്കാൻ പറ്റും, ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ മറ്റു മരുന്നുകൾക്കൊപ്പം വിത്ത് അതർ ഡ്രഗ്സ് ഓൺലി. മറ്റു മരുന്നുകൾ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഇൻ ഗ്ലൂക്കോമ ഇൻ ചിൽഡ്രനിലും നമുക്ക് കൊടുക്കാം. കുട്ടികളിലുള്ള ഗ്ലൂക്കോമയിലും നമുക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കാം. ഇനി രണ്ടാമത്തെ പ്രധാന ഗ്രൂപ്പ് α2 അഗോണിസ്റ്റുകളാണ്. α2 അഗോണിസ്റ്റ് രണ്ട് മരുന്നുകളാണ്. ഒന്ന്
ക്ലോണിഡിൻ നമുക്കറിയാം, അപ്രാക്ലോണിഡിൻ. ക്ലോണിഡിൻ ആൽഫ 2 അഗോണിസ്റ്റ് ആയിട്ട് BP കുറയ്ക്കാനും മറ്റു പല ഉപയോഗങ്ങളുള്ളതാണ്. രണ്ടാമത്തത് ബ്രിമോനിഡിൻ. എല്ലാം നിഡിൻസ് ആണ് അവസാനിക്കുക. രണ്ട് മരുന്നുകൾ. ക്ലോണിഡിൻ കൊടുത്തൂടെ എന്ന് പരീക്ഷയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വേറെ എല്ലാം കൊടുക്കാൻ പാടില്ലാത്തതും ക്ലോണിഡിൻ കൊടുക്കാവുന്നതാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ക്ലോണിഡിൻ. പോട്ടെ, സാധാരണ ഉപയോഗിക്കാറില്ല, നമുക്ക് ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, തിയററ്റിക്കലി കൊടുക്കാം. സോ ഇത് ആൽഫ 2 എന്ന് പറയുമ്പോൾ പ്രീ സിനാപ്റ്റിക് ആണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെയാണ് ആൽഫ 2, ഇവിടെ നിന്നാണ് റിലീസ് ചെയ്യണമെങ്കിൽ ആൽഫ 2 ഇവിടെയാണ്. നിങ്ങൾക്കറിയാം ഇൻഹിബിറ്ററി ആണ്. ഞാൻ അതിലെ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്രാക്ലോണിഡിൻ, ഈ മരുന്നുകളെ പറ്റി പറയാം. അപ്രാക്ലോണിഡിൻ കൊടുക്കുന്നത് ഇൻ ഓഫ്താൽമിക് പ്രൊസീജിയേഴ്സിലാണ്. ഓഫ്താൽമിക് പ്രൊസീജിയേഴ്സുകളൊക്കെ ഉണ്ടെങ്കിലാണ്, അതിന് മുൻപായിരിക്കും അപ്രാക്ലോണിഡിൻ. അല്ലാതെ ഒരു മെയിൻ്റനൻസിന് നമ്മൾ കൊടുക്കാറില്ല. മെയിൻ്റനൻസ് ഡോസിന് ഇത് കൊടുക്കാറില്ല. ഓക്കെ, നോട്ട് ഫോർ കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് കൊടുക്കില്ല. കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുക, മെയിൻ്റനൻസിന് കൊടുക്കുക. ബ്രിമോനിഡിൻ എന്ന് പറയുന്ന മരുന്ന്, ബ്രിമോനിഡിൻ ഈസ് ഫോർ ലോങ് ടേം യൂസിന് കൊടുക്കാവുന്നത് ഇതാണ്. ആൻഡ് ബ്രിമോനിഡിൻ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആണ്. സോ ന്യൂറോ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നുള്ളതാണ് ബ്രിമോനിഡിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. പക്ഷേ ബ്രിമോനിഡിൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കണ്ണിലൂടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാം. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഡ്രൗസിനസ്, അല്ലെ, ആൽഫ 2 ബ്ലോക്കേഴ്സിനെല്ലാം ഡ്രൗസിനസ് ഉണ്ട്, സ്ലീപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന നമുക്കറിയാം. ആൻഡ് ഓൾസോ കുട്ടികളിലാണെങ്കിൽ അപ്നിയ കൂടി ഉണ്ടാക്കും. അപ്നിയ, തളർച്ച, ശ്വാസം മുട്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ബ്രിമോനിഡിൻ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഇൻഫൻസ്, വളരെ കുറഞ്ഞ കുട്ടികൾ, ചിൽഡ്രൻ, വളരെ ചെറിയ കുട്ടികളിലൊക്കെ ഇത് കൊടുക്കാൻ പാടില്ല. ഇനി രണ്ടിനെയും പ്രധാനപ്പെട്ട സൈഡ് എഫക്ട് പറയുകയാണെങ്കിൽ നമുക്കപ്പോൾ സെഡേഷൻ എന്ന് പറയാം. ദെൻ ഡ്രൈനെസ് ഓഫ് മൗത്ത് ഉണ്ടാക്കും, വായവരൾച്ച ഉണ്ടാക്കും, അതാണ് പ്രധാനപ്പെട്ടത്. ദെൻ CNS കടന്നു കഴിഞ്ഞാൽ സെഡേഷൻ ഉണ്ടാക്കും അറിയാം. ദെൻ അപ്രാക്ലോണിഡിൻ മാത്രം പറയുകയാണെങ്കിൽ ഇതിന്റെ രണ്ട് പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്, ഒന്ന് ലിഡ് റിട്രാക്ഷൻ ആണ്. ലിഡ് റിട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഡ്രഗാണ് അപ്രാക്ലോണിഡിൻ. ദെൻ ഫോളിക്കുലാർ കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാക്കാം. ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ്, സമയമില്ല, ഒരുപാട് മരുന്നുകളെ കുറിച്ച് പറയാനുണ്ട്. ദെൻ ബ്രിമോനിഡിൻ ആണെങ്കിൽ ആന്റീരിയർ ഉവൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആന്റീരിയർ ഉവൈറ്റ്. ഇനി ആൽഫ അഗോണിസ്റ്റ്, അപ്പോൾ ആൽഫ 2ലും ആക്ട് ചെയ്യാം, ആൽഫ 1ലും ആക്ട് ചെയ്യാം. സോ ആൽഫ അഗോണിസ്റ്റുകൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഇപ്പൊ നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കുന്ന അഡ്രിനാലിനായിരിക്കും. അഡ്രിനാലിൻ, ഡിപ്പിവെഫ്രിൻ. അഡ്രിനാലിനെ നമുക്ക് എപ്പിനെഫ്രിൻ എന്നുള്ള പേരുണ്ട്, അപ്പൊ ഡിപ്പിവെഫ്രിൻ. ദെൻ ഫിനൈൽ എഫ്രിൻ. ഇതൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല, നമ്മൾ ഉപയോഗിക്കുന്നത് ഡിപ്പിവെഫ്രിൻ ആണ്. സോ അഡ്രിനാലിൻ കൊടുക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ട്, പക്ഷെ അത് കണ്ണിനകത്തേക്ക് ഇവിടേക്ക് എത്തില്ല, കനോട്ട് ക്രോസ്. തുള്ളിമരുന്നായിട്ടാണ് നമ്മൾ കൊടുക്കുക. തുള്ളിമരുന്നായിട്ട് കൊടുത്ത് ഇവിടെ എത്താത്തതുകൊണ്ടാണ് നമ്മൾ അഡ്രിനാലിൻ കൊടുക്കാത്തത്. ഡിപ്പിവെഫ്രിന് അത് കടക്കാനായിട്ട് പറ്റും. സോ ഡിപ്പിവെഫ്രിൻ ഇസ് എ പ്രോ ഡ്രഗ് ആണ്, പ്രോ ഡ്രഗ് ഓഫ് അഡ്രിനാലിന്റെ പ്രോ ഡ്രഗ്. സോ ആൽഫ 1ൽ പ്രവർത്തിച്ചിട്ടാണ് ആക്ഷൻ. ആൽഫ 1 നമുക്കറിയാം കണ്ണിൽ വാസോ കൺസ്ട്രിക്ഷൻ ആണ് ഉണ്ടാക്കുക. സോ അഡ്രിനാർജിക് അഗോണിസ്റ്റിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇത് ഈ ഡിക്രീസ് അക്യൂസ് ഹ്യൂമർ സെക്രിഷൻ കുറയ്ക്കൽ മാത്രമല്ല, ഇൻക്രീസ് ഉവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ കൂട്ടുക കൂടി ചെയ്യുന്ന. സോ രണ്ട് കാര്യങ്ങൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ് വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുക. സോ ഇങ്ങനെയും കുറച്ച് ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ കണ്ണിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ, ഡിപ്പിവെഫ്രിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഡിപ്പിവെഫ്രിൻ കണ്ണിലെത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് അഡിനോക്രോം ആയിട്ട് മാറും. അഡിനോക്രോമിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കണ്ണിലെ കൺജങ്ക്ടൈവയിൽ ഇത് ഒട്ടിച്ചേരും, കറുത്ത പിഗ്മെന്റേഷൻ. സോ ബ്ലാക്ക് പിഗ്മെന്റേഷൻ എവിടെയാണ്? കൺജങ്ക്ടൈവയിലാണ് പിഗ്മെന്റേഷൻ ഉണ്ടാക്കുക. സോ ബ്ലാക്ക് കൺജങ്ക്ടൈവൽ പിഗ്മെന്റേഷൻ ഉണ്ടാക്കും. ദെൻ ദിസ് ക്യാൻ കോസ് CME ഓർ സിസ്റ്റോയിഡ് മാക്കുലാർ എഡീമ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. ദെൻ റെഡ് ഐ ഉണ്ടാക്കാം. ദെൻ ദിസ് ഇസ് എ മിഡ്രിയാറ്റിക് ആണ്. സോ ഫോട്ടോഫോബിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. സോ വെളിച്ചത്തോടൊക്കെ കണ്ണ് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ മരുന്ന് ഡിപ്പിവെഫ്രിൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഇൻഫ്ലമേറ്ററി ഗ്ലൂക്കോമ. സോ ദീസ് ഡ്രഗ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ സാധാരണ ഗ്ലൂക്കോമയിലല്ല, ഇൻഫ്ലമേറ്ററി, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മരുന്ന് നമുക്ക് കൊടുക്കാം. ലോക്കൽ ആക്ഷൻ മൂലം ഗുണം കിട്ടും. കൊടുക്കാൻ പാടില്ലാത്ത എവിടെയാണ്? അഡ്രിനാലിൻ പോലെയുള്ള മരുന്നുകൾ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാർഡിയോവാസ്കുലർ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സിസ്റ്റമിക്കലി അബ്സോർബ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ നാരോ ആംഗിൾ ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് നാരോ ആംഗിൾ ഗ്ലൂക്കോമയിൽ ഈ മരുന്നുകൾ ആൽഫ അഗോണിസ്റ്റ് ഡിപ്പിവെഫ്രിൻ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി അക്യൂസ് ഹ്യൂമർ പ്രൊഡക്ഷൻ കുറക്കുന്ന അടുത്ത
ഗ്രൂപ്പ് ഓഫ് മരുന്ന് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ലോക്കൽ കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഡോർസോളമൈഡ് എന്ന് പറയുന്ന മരുന്ന് ഡോർസോളമൈഡ് ആണ്, 2%. ദെൻ ബ്രിൻസോളമൈഡ് ആണ് അടുത്ത മരുന്ന്. ദെൻ ഒരു മരുന്ന് കൂടിയുണ്ട്, ലോഡോക്സമൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടിയുണ്ട്, കാര്യമായിട്ട് ഉപയോഗത്തിൽ ഇല്ല. ദെൻ സിസ്റ്റമിക്, ഇത് ടോപ്പിക്കലാണ്, കണ്ണിൽ തുള്ളി മരുന്നായിട്ടാണ്. സിസ്റ്റമിക് ആയിട്ട് കൊടുക്കുന്ന ഫേമസ് മരുന്ന്, ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, അസെറ്റസോളമൈഡ് ആണ്. അസെറ്റസോളമൈഡ് ഓറലായിട്ട് കൊടുക്കാം. ദെൻ IV ഡയാമോക്സ് എന്ന് പറയുന്ന മരുന്ന് ഇതാണ്. ദെൻ വേണമെങ്കിൽ മെത്താസോളമൈഡ് എന്ന് പറയുന്ന മരുന്ന് കൂടി കൊടുക്കാം. മറ്റു ചില മരുന്നുണ്ട്, സോളമൈഡ് ഉണ്ട്, ഡൈക്ലോർഫെനമൈഡ്. സോ ഇതൊന്നും ഉപയോഗിക്കാറില്ല. നമ്മളിത് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ഡയൂററ്റിക്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ടോപ്പിക്കൽ ഡ്രഗ്സ് ലോങ് ടേം അതിനകത്ത് നമുക്ക് കൊടുക്കുക. അസെറ്റസോളമൈഡ് നമ്മൾ കൊടുക്കുക കാറ്ററാക്ട് സർജറിയിൽ നമ്മൾ എന്താ കൊടുക്കുക, അസെറ്റസോളമൈഡ് രാത്രി 2 ഗുളിക, രാവിലെ 2 ഗുളിക. സോ ഇങ്ങനെ കൊടുക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഓപ്പറേഷൻ മുമ്പ്, കാറ്ററാക്ട് സർജറിക്ക് മുമ്പ്. എത്ര കുറയ്ക്കും എന്ന് വെച്ചാൽ ദിസ് ക്യാൻ റെഡ്യൂസ് IOP 15 to 20% ഓഫ് ഇൻട്രാ ഓക്കുലാർ പ്രഷർ കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇതൊക്കെ ആണെങ്കിൽ 20 മിനിറ്റ്സ് കൊണ്ടിട്ട് അതിന്റെ എഫക്ട്. ദെൻ കണ്ണിലൊഴിക്കുന്ന തുള്ളിമരുന്നുകളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രാൻസിയന്റ് മയോപ്പിയ, അപ്നിയല്ല മയോപ്പിയ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ദെൻ കോർണിയൽ എഡീമ ഉണ്ടാക്കാം. കോർണിയൽ എഡീമ ഞാനിത് അവിടെ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ഡയൂററ്റിക്സിൽ. കോർണിയൽ എഡീമ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണെന്ന് പറഞ്ഞു പറഞ്ഞതാണ്. ദെൻ ഓറലായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അസെറ്റസോളമൈഡിനും ഇതിനൊക്കെ ബിറ്റർ ടേസ്റ്റ് ആണ്. ബിറ്റർ മാത്രമല്ല മെറ്റാലിക് ടേസ്റ്റ് കൂടിയുണ്ട്, അത് ബുദ്ധിമുട്ടാണ്. ദെൻ എല്ലാം സോളമൈഡിലാണ് അവസാനിക്കുന്ന. മൈഡ് മീൻസ് ഇറ്റ് സൾഫ മരുന്നാണ്. സൾഫോണമൈഡ് വിഭാഗത്തിൽ വരുന്ന മരുന്നുകളാണ്. സോ സൾഫ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നുകളാണ്. ദെൻ പെരിയോറൽ നംനസ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഡെർമറ്റൈറ്റിസ് അറിയാലോ, ബ്ലഡ് ഡിസ്ക്രേസിയാസിസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. സിസ്റ്റമിക് കൊടുത്താലോ, അസെറ്റസോളമൈഡ് സിസ്റ്റമിക് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റബോളിക് ആസിഡോസിസ് ആണ് ഉണ്ടാക്കുക. പിന്നെയും പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കും. സോഡിയം പൊട്ടാസ്യം അങ്ങനെയൊക്കെയുള്ള ലെവലുകൾ ഉണ്ട്, ഞാൻ മൊത്തം പറയുന്നില്ല. തുള്ളിമരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ സ്റ്റിങ്ങിങ്, കണ്ണിനകത്ത് സ്റ്റിങ്ങിങ് ഉണ്ടാക്കാം. സോ ഇത്രയാണ് അക്യൂസ് ഹ്യൂമർ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് അക്യൂസ് ഹ്യൂമറിന്റെ ഡ്രെയിനേജ് വർദ്ധിപ്പിക്കുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ്. അക്യൂസ് ഹ്യൂമറിന്റെ ഡ്രെയിനേജ് വർദ്ധിപ്പിക്കുന്ന ആദ്യ മരുന്ന് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് അല്ലെങ്കിൽ PG പ്രോസ്റ്റാഗ്ലാൻഡിൻ F2 ആൽഫ അനലോഗ്സ് ആണ്. സോ ഇതാണ് നമ്പർ 1 മരുന്ന് അല്ലെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ. പക്ഷേ നമ്മൾ മിക്കവാറും ബീറ്റാ ബ്ലോക്കേഴ്സ് ആണ്, ഇതിന് വിലയൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും. ബീറ്റാ ബ്ലോക്കേഴ്സ് ആയിരിക്കും മിക്കവാറും പല ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് എന്ന് മാത്രം. പക്ഷേ ഇതാണ് ആക്ച്വലി ദിസ് ഹാസ് ടു ബി ഗിവൺ ബിക്കോസ് പ്രശ്നം, തടസ്സം, ബ്ലോക്കാണ്, ഒഴുകുന്നില്ല. സോ ഈ മരുന്നുകളുടെ പ്രവർത്തന രീതി എന്ന് വെച്ചാൽ ഉവിയോസ് ക്ലീറൽ ഔട്ട്ഫ്ലോ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സോ അപ്പൊ നമ്മൾ എന്താണ് ഈ ഉവിയോസ് ക്ലീറൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്? സോ ഇവിടെയാണ് അക്യൂസ് ഹ്യൂമർ ഉണ്ടാകുന്ന പറഞ്ഞു. ഇത് പോസ്റ്റീരിയർ ചേംബർ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരണം, ഒഴുകി ആന്റീരിയർ ചേംബറിലെത്തും. ആന്റീരിയർ ചേംബറിൽ ഇവിടെയാണ് ദിസ് ഏരിയ. ഇത് കോർണിയാണ്, കോർണിയ, ഇത് സ്ക്ലീറ, കോർണിയ തീർന്ന് സ്ക്ലീറയാവുന്ന ഭാഗം, അത് രണ്ടും കൂടി ചേർന്ന ഭാഗത്തെ നമ്മൾ ലിംബസ് എന്നാണ് പറഞ്ഞത്. ലിംബസിനകത്ത് there is a sinus venosus called as canal of Schlimm. സോ ഇത് കനാൽ ഓഫ് സ്ലിം ആണെന്ന് വിചാരിക്കുക. ആൻഡ് കനാൽ ഓഫ് സ്ലിമ്മിന്റെ ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെയുള്ളതാണ് ട്രബിക്കുലാർ മെഷ് വർക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഇത് പോവേണ്ടത്, സാധാരണ രീതിയിൽ പോകുന്നത് ട്രബിക്കുലാർ മെഷ് വർക്കിലൂടെയാണ്. 90% ഇതിലൂടെയാണ് പോവുക. അക്യൂസ് ഹ്യൂമർ ഇങ്ങനെ പോയിട്ട് അവസാനം വെയിനിലേക്കാണ് എത്തുക. ഓക്കെ, വെയിൻസിനൊക്കെ തിരിച്ചെത്തും. സോ ബ്ലഡിൽ ആർട്ടറിൽ നിന്നുണ്ടായി വെയിനിലേക്ക് തിരിച്ചു പോകും. സോ ഇനി മറ്റൊരു വഴിയുണ്ട്. മറ്റൊരു വഴിയാണ് ഉവിയോസ് ക്ലീറൽ ഔട്ട്ഫ്ലോ എന്ന് പറയും. സോ ഇവിടെ ദിസ് ഈസ് ഗോയിങ് ടു ദി സീലിയറി മസിൽസിലേക്കാണ് പോവുക. സീലിയറി മസിൽ ഇതൊരു 10% മാത്രമാണ് ഈ റൂട്ടിലൂടെ പോകും. തിരിച്ച് സീലിയറി മസിൽസിലെ സ്ക്ലീറയിലൂടെ ഇങ്ങനെ അങ്ങ് പോയി എപ്പിസ്ക്ലീറൽ വെയിൻ, എപ്പി എന്ന് വെച്ചാൽ മുകളിൽ, സ്ക്ലീറയുടെ മുകളിലുള്ള എപ്പിസ്ക്ലീറൽ വെയിനിലേക്ക് പോകുന്നു. സോ ദിസ് എ സെക്കൻഡറി പാത്വേ ആണ്. വെറും 10% മാത്രമാണ് സാധാരണ രീതിയിൽ പോകുക എന്നാണ് പറഞ്ഞത്. സോ ഇറ്റ്സ് എ ലാറ്ററൽ ഡ്രെയിനേജ് പാത്ത്. സോ PGF2 ആൽഫ ഈ വഴിയാണ് കൂട്ടുക. ഈ വഴിയിൽ ചെറിയ തടസ്സങ്ങളുണ്ട്, പക്ഷേ ഈ വഴിയും കൂടി തുറന്നു കൊടുക്കുകയാണെങ്കിൽ, അല്ലെ, ഒരു വഴിയിൽ തടസ്സം ഉണ്ടെങ്കിൽ അടുത്ത വഴി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ അങ്ങോട്ടേക്ക് പോകും. സോ ഇൻക്രീസ്ഡ് ADH ഡ്രെയിനേജ്. സോ PGF2 ആൽഫ അഗോണിസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഇറ്റ്സ് എ ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ മരുന്നുകൾക്ക് കാർഡിയോ പൾമണറി സൈഡ് എഫക്ട്സ് ഒക്കെ വളരെ കുറവാണ്. സോ നോ കാർഡിയോ വാസ്കുലാർ ഓർ പൾമണറി സൈഡ് എഫക്ട്സ് ഇല്ല. വൺസ് ഡോസിങ്, ദിവസം ഒരു നേരം കൊടുത്താൽ മതി. ആൻഡ് മറ്റു മരുന്നുകളൊക്കെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു, ഇത് ചെയ്യുന്നു. അപ്പോൾ രണ്ടും കൂടി കൊടുത്തു കഴിയുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആകും. അഡിറ്റീവ് എഫക്ട് ഓർ കൂടുതൽ എഫക്ട് കിട്ടുകയും ചെയ്യും. സോ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ലെറ്റാനോപ്രോസ്റ്റ് ആണ്, ബിമാറ്റോപ്രോസ്റ്റ് ആണ്. അടുത്തത് ബിമാറ്റോപ്രോസ്റ്റ് ഉണ്ട്. ദെൻ ട്രാവോപ്രോസ്റ്റ്. ദെൻ അടുത്തത് ടാഫ്ലൂപ്രോസ്റ്റ്. ദെൻ ഉനോപ്രോസ്റ്റോൺ എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടി ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു ഉനോപ്രോസ്റ്റോൺ. പക്ഷേ US നിരോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിഡ്രോൺ ആണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത്. ദെൻ ഏറ്റവും പൊട്ടന്റ് ടാഫ്ലൂ ആണ്. ടാഫ്ലൂ എന്ന് വെച്ചാൽ 0.0015% മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ ട്രാവ ആണെങ്കിൽ 0.04 ആണ്, ലറ്റാനോ ആണെങ്കിൽ 0.05 ആണ്, ബിമാറ്റോ 0.04 ആണ്. ആൻഡ് ദിസ് ലറ്റാനോപ്രോസ്റ്റ് ഈസ് എ പ്രോ ഡ്രഗ്. അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കണ്ണിനകത്തുള്ള കോർണിയൽ എസ്ട്രേസ് വഴി ആക്റ്റീവ് ഡ്രഗ് ആയിട്ട് മാറുന്ന മരുന്നാണ്. സോ ഈ മരുന്നുകൾ ഉവിയോസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ ആണ് വർദ്ധിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. സോ സാധാരണ 10% മാത്രം പോകുന്ന വഴിയാണ്. സോ മോർ എഫക്റ്റീവ് ആകും. ഇവിടെ ഈ സിലറി മസിൽസിനകത്ത് ഇടയിലുള്ള പല എക്സ്ട്രാ സെല്ലാർ മാട്രിക്സ്, ഇവിടെ എക്സ്ട്രാ സെല്ലാർ മാട്രിക്സ് ഉണ്ടാവില്ല. ഇവിടെ പല എൻസൈംസ് ലൈക്ക് മെറ്റാലോ പ്രോട്ടീനേസ് എന്ന് പറയുന്നത്, കൊളാജിനേസ്, ഇതിനെയൊക്കെ ആക്റ്റീവ് ആക്കിയിട്ടാണ്, ഇതിനെയൊക്കെ ദ്രവിപ്പിച്ചിട്ട് അലിയിപ്പിച്ചിട്ടാണ് ഇതിലേക്ക് കൂടി ഇങ്ങനെ അലിയിപ്പിച്ച്. സോ അതുകൊണ്ട് റിഡക്ഷൻ ഇൻ ഹൈഡ്രോളിക് റെസിസ്റ്റൻസ്, വെള്ളത്തിനുള്ള ഇവിടെയുള്ള റെസിസ്റ്റൻസ് കുറയും, ഈ വഴി പോകാമല്ലോ. ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം എല്ലാത്തരം ഗ്ലൂക്കോമയിലും കൊടുക്കാം. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയിൽ കൊടുക്കണോ? കൊടുത്തു. ദെൻ അതിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണെന്ന് പറഞ്ഞു. നോർമൽ ടെൻഷൻ ഗ്ലൂക്കോമ ഞാൻ പറഞ്ഞു. നോർമൽ ടെൻഷൻ എന്ന് വെച്ചാൽ ഗ്ലൂക്കോമയിൽ ഇത് കൂടാത്ത ഇൻട്രാവക്കുലർ ടെൻഷൻ കൂടാത്ത ഗ്ലൂക്കോമയാണ് നോർമൽ ടെൻഷൻ ഗ്ലൂക്കോമ. ദെൻ ക്രോണിക് ആയിട്ടുള്ള ക്ലോസ്ഡ് ആംഗിൾ ഓർ ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമയിൽ കൊടുക്കണോ? കൊടുക്കാം. പിഗ്മെന്റ് ഡിസ്പേർഷൻ സിൻഡ്രോമിൽ കൊടുക്കാം. എക്സ്ഫോളിയേഷൻ ഗ്ലൂക്കോമ. സോ വിവിധ തരം ഗ്ലൂക്കോമയിൽ നമുക്ക് കൊടുക്കാം. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്, അതുകൊണ്ട് ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല? പ്രഗ്നൻസ്, ഗർഭിണികൾ കൊടുക്കാൻ പാടില്ല. മുലയൂട്ടുന്നവരിൽ കൊടുക്കാൻ പാടില്ല. കുട്ടികളിൽ കൊടുക്കാൻ പാടില്ല. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എപ്പോഴാണ് കൂടുക? സാധാരണ ഇൻഫ്ലമേഷൻ ഉള്ളപ്പോഴാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ കൂടുക. സോ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉള്ള ഗ്ലൂക്കോമയിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ മരുന്ന് കൊടുത്തേക്കാന്ന് വെച്ചാൽ പറ്റില്ല. കാരണം ഓപ്പറേഷൻ കഴിയുമ്പോൾ അവിടെ എന്തായാലും ചെറിയ രീതിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സോ പോസ്റ്റ് ഓപ്പറേറ്റീവ് കേസസിലെല്ലാം ഒഴിവാക്കേണ്ടി വരും. അവിടെ എല്ലാം ഐറൈറ്റിസ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടാകും. സോ അത് കൂടുതലാവാനുള്ള ചാൻസ്. ദെൻ ഉവൈറ്റിസ് ഗ്ലൂക്കോമ, അതും പ്രശ്നമാണ്. ഉവൈറ്റിസ് ദാറ്റ്സ് ആൻ ഇൻഫ്ലമേഷൻ ആണ്. ഉവൈറ്റിസ് ഗ്ലൂക്കോമയിൽ കൊടുക്കാൻ പാടില്ല. ദെൻ ആക്റ്റീവ് ആയിട്ടുള്ള ഹെർപ്പസ് സിംപ്ലക്സ് രോഗം തൊട്ട് കഴിഞ്ഞു വന്ന ആൾക്കാരിലൊക്കെ ഉണ്ടെങ്കിൽ മരുന്ന് ഒഴിവാക്കണം. പിന്നെ അഡ്വേഴ്സ് എഫക്റ്റും കൂടി ഞാൻ സ്പീഡിലാണ് പറയാ. അഡ്വേഴ്സ് എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലും കോർണിയയിലും ഐറിസിലുമാണ് കൂടുതലായിട്ട് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇവിടെ രണ്ടും കൂടുതലായിട്ട് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കും. ദെൻ ഐറിസിന് ഒരു കളർ കൊടുക്കും. ഐറിസ് പിഗ്മെന്റേഷൻ, ഐറിസിന്റെ നിറം ഡാർക്ക് കളർ ആക്കും. സോ ഏത് കണ്ണിലാണോ ഒഴിക്കുന്ന ആ കണ്ണ് ഡാർക്ക് ആയിരിക്കും, മറ്റേ കണ്ണിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. സോ ഹെട്രോക്രോമിയ എന്നാണ് അതിനെ പറയുന്നത്. ഇതൊരു ഈസ്തെറ്റിക് പ്രശ്നമാണ്. ദെൻ മാക്കുലാർ എഡീമ ഉണ്ടാക്കാം. സിസ്റ്റോയിഡ് മാക്കുലാർ എഡീമ, കാട്രാക്ട് സർജറിക്ക് ശേഷം CME ഉണ്ടാക്കാം. ദെൻ ഡ്രൈ സാൻഡി ഐസ് ഉണ്ടാക്കാം. ദെൻ അടുത്ത സൈഡ് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണിന്റെ കൺപീലി, ഇത് ഇവിടെ പുറത്താണെങ്കിൽ കൺപീലി കുറഞ്ഞ ആൾക്കാരിൽ അല്ലെങ്കിൽ ഉള്ള ആൾക്കാരിൽ ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ടി കൂടുകയും നീളം കൂടുകയും ചെയ്യും. സോ കൺപീലി വളർച്ച, ഐലാഷ് വളർച്ച, അതിനപ്പം നമുക്ക് എന്ത് വിളിക്കാം? ഹൈപ്പർ കൂടുന്നതാണ് ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് വിളിക്കാം. ഹൈപ്പർ ട്രൈക്കോസിസ് ഉണ്ടാക്കും. പക്ഷെ ഇത് ദോഷഫലമാണെങ്കിലും പല ആൾക്കാർക്കും ഇങ്ങനെ കണ്ണിൽ ഇവിടെ പീലി ഇല്ലെങ്കിൽ കട്ടി കൂടിയ നല്ല ലുക്കായിരിക്കും. സോ ഇത് കോസ്മെറ്റിക്കലി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബിമാറ്റോപ്രോസ്റ്റൊക്കെ അതിനുവേണ്ടി മാത്രം ഇപ്പം മരുന്നായിട്ട് ഇറക്കുന്നു. സോ ദോഷകരമാണെങ്കിലും 0.3% കൺപീലി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. ദെൻ കണ്ണിന്റെ താഴത്ത്, ഇപ്പൊ ഇത് കണ്ണാണെങ്കിൽ ഇവിടെയൊക്കെ പെരി ഓർബിറ്റൽ സ്കിൻ ഹൈപ്പർ പിഗ്മെന്റേഷനും ഉണ്ടാക്കും. ദെൻ ഇൻക്രീസ്ഡ് ഓർബിറ്റൽ ഫാറ്റ് അട്രോഫിയാണ് മറ്റൊരു പ്രശ്നം. സോ ഇതൊക്കെയാണ് പ്രധാന പ്രശ്നം. പിഗ്മെന്റേഷനൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ഈ ഗ്രൂപ്പിൽ ഒരു പുതിയ മരുന്നിനെ കുറിച്ച് പറയാം. ആ മരുന്നിന്റെ പേര് ലറ്റാനോപ്രോസ്റ്റീൻ ബുനോഡ് എന്നാണ്. സോ ലറ്റാനോപ്രോസ്റ്റീനിൽ 2 മരുന്നുണ്ട്. ഒന്ന് ലറ്റാനോപ്രോസ്റ്റനോയിക് ആസിഡ്. സോ അതാണ് നമ്മുടെ PGF2 ആൽഫ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ബുനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടേൻ ഡയോൾ മോണോനൈട്രേറ്റ് ആണ്. സോ നൈട്രേറ്റ് ഉണ്ട്. സോ ഇറ്റ്സ് എ നൈട്രേറ്റ് ഡോണർ ആണ്. ഡയലേഷൻ, വെസൽസ് ഡയലേറ്റ് ചെയ്യാം. സോ എവിടെയാണ് ഇത് ഡയലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ട്രെബിക്കുലാർ ഔട്ട്ഫ്ലോ കൂട്ടും. സോ ദിസ് ക്യാൻ ഇൻക്രീസ് ട്രെബിക്കുലാർ ഔട്ട്ഫ്ലോ. ഇത് നമ്മൾ പറഞ്ഞത് ഉവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ എന്നാണ് പറയുന്നത്. സോ PGF2 ആൽഫ ഉവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ, അതായത് ഇങ്ങോട്ടേക്കുള്ള ഇതാണ് ഉവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ വർദ്ധിപ്പിക്കുക. സോ ട്രെബിക്കുലാർ ഔട്ട്ഫ്ലോ ഇതാണ് നോർമൽ ഔട്ട്ഫ്ലോ. ഇതിനെ കൂടെ വർദ്ധിപ്പിക്കുന്ന മരുന്നാണ് ബുനോഡ് എന്ന് പറയുന്നത്. സോ രണ്ടും കൂടി ചേർന്നാണ് ഉവിയോസ്ക്ലീറൽ ആൻഡ് ട്രെബിക്കുലാർ ഔട്ട്ഫ്ലോ വർദ്ധിപ്പിക്കുന്ന മരുന്നാണ് ലറ്റാനോപ്രോസ്റ്റീൻ ബുനോഡ്. അടുത്ത പ്രശ്നം ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമയാണ്, അല്ലെങ്കിൽ നാരോ ആംഗിൾ ഗ്ലൂക്കോമയാണ് അടുത്ത പ്രശ്നം. ഇവിടെ ഞാൻ പറഞ്ഞു, ഇത് നോക്ക്, ഇതിങ്ങനെയാണ് ഇരിക്കുക. ഇവിടെ സ്ഥലമുണ്ട് പോകാൻ, ഇവിടെ ഇതിന് പോകാനായിട്ട് വഴിയില്ല. മാത്രമല്ല ഇവിടെയും ഈ ആംഗിൾ കുറവാണ്. അപ്പൊ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇത് പതുക്കെ ഇങ്ങോട്ടേക്ക് ഒരു തള്ളുക, അല്ല ഇതിനൊന്നും തള്ളുക. ഇവിടെ ഒരു തുളയിട്ട് കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സോ ദിസ് ഈസ് കോൾഡ് ആസ് ലേസർ.
ലേസർ ഇറിഡോട്ടോമി ആണ് ഫൈനൽ മരുന്ന്. തൽക്കാലമൊക്കെ കൊടുക്കാമെന്ന് മാത്രമാണ്. ഇതാണ് പ്രധാനപ്പെട്ട. ഐറിസ് ഒന്ന് തുളച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ സർജറിക്ക് മുമ്പ് നമുക്ക് ഇൻട്രാ ഓക്കുലാർ പ്രഷർ ഇവിടേക്കൊന്ന് കുറച്ച് നിർത്താം. അതിനുവേണ്ടി നമുക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് അസെറ്റസോളമൈഡ്. സോ അസെറ്റസോളമൈഡ് നമ്മൾ അവിടെ പഠിച്ചു. സോ ഇവിടെയും പഠിച്ചു. IOT കുറയ്ക്കാനായിട്ട് പറ്റും. ദെൻ അനദർ ഡ്രഗ് ഈസ് മാനിറ്റോൾ. നമുക്ക് കൊടുക്കാം. അതും IV കൊടുക്കുന്ന മരുന്നാണ്. ദെൻ വി ക്യാൻ ഗീവ് മയോട്ടിക്സ്. പൈലോകാർപ്പിൻ ആണ് പ്രധാനപ്പെട്ട. സോ അക്യൂട്ട് കേസസിലാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന മരുന്നുകൾ ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ അല്ലെങ്കിൽ നാരോ ആംഗിൾ ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ. മറ്റേലൊക്കെ ഉപയോഗിക്കാട്ടോ. എങ്കിലും ദീസ് ഡ്രഗ്സ് ആർ കോളിനർജിക്സ് ആണ്. കോളിനർജിക്സ് ഓർ മയോട്ടിക്സ് എന്നാണ് നമ്മൾ. സോ പ്രധാനപ്പെട്ട മരുന്ന് പൈലോകാർപ്പിൻ ആണ് പ്രധാനപ്പെട്ട മരുന്ന്. ദെൻ ഫൈസോസ്റ്റിക്മിൻ ഉണ്ട്. ദെൻ പിന്നെയുള്ളത് എക്കോതയോഫേറ്റ് ആണ്. ഫൈസോസ്റ്റിക്മിൻ എന്താണ്? കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ്. ഇതും കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ്. പക്ഷെ ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട് ആണ്. ഇത് രണ്ടും ഉപയോഗത്തിൽ ഇല്ല. എങ്കിലും മരുന്നായിട്ട് എല്ലാ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഉപയോഗം കുറവാണ്. മാത്രമല്ല ദീസ് ഡ്രഗ്സ് ക്യാൻ കോസ് കാറ്ററാക്ട്. ഇത് കാറ്ററാക്ട്, ഈ രണ്ട് മരുന്നും കാറ്ററാക്ട് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനുള്ള ചാൻസും കൂടി ഉള്ളതുകൊണ്ട് ഈ മരുന്ന് ഉപയോഗത്തിലില്ല. സോ പൈലോകാർപ്പിൻ ഈസ് എൻ M3 അഗോണിസ്റ്റ് ആണ്. M3 അഗോണിസ്റ്റ് എന്ന് വെച്ചാൽ മെസ്കാരനിക് അഗോണിസ്റ്റ് ആണ്. സംഭവം എവിടേക്ക് ചുരുക്കും? ഐറിസ്. ഇത് ഐറിസ് ആണ്. ദിസ് ഈസ് ഐറിസ്. സോ ഐറിസിനെ ചുരുക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇത് ഐറിസ് ഇങ്ങനെ അടഞ്ഞതാ, ലെൻസുമായിട്ട് ചേർന്ന് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. സോ ഐറിസ് ലെൻസുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബൾജിങ് വന്നിരിക്കുകയാണ്, തള്ളി നിൽക്കുകയാണ്. സോ ഐറിസിനെ ചുരുക്കും, അപ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങും. പ്യൂപ്പിൾ ഇങ്ങനെ ചുരുങ്ങി ഉണ്ടാ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഐറിസ് ചുരുക്കിയപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്കും. സോ ഇതിവിടെ ഒരു ഗ്യാപ്പ് കിട്ടി. സോ അതുമൂലം ഐറിസും കോർണിയയും തമ്മിലുള്ള ഈ ആംഗിൾ ഓപ്പൺ ചെയ്യും. ഐറിസും കോർണിയയും തമ്മിലുള്ള ആംഗിൾ ഇവിടെയാണ്. ഐറിസും ഇത് ഒന്ന് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ വർദ്ധിപ്പിക്കും. സോ നോർമൽ ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ വിൽ ബി ഇൻക്രീസ്. സോ ഒക്കുലാർ സീലറി മസിൽസിൽ ഇവിടെ ഒക്കുലാർ സീലറി മസിൽസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മൾ വേറെ എവിടെയോ ഡിസ്കസ് ചെയ്താണ് സീലറി മസിൽസ്. സോ ഇതിനെയും കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിലെ ലോങ് ഫൈബർ ദെൻ സർക്കുലാർ മസിൽസ് ചുരുക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് മൊത്തത്തിൽ അക്കോമഡേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സോ കണ്ണിന്റെ അക്കോമഡേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സോ പൈലോകാർപ്പിന്റെ ഉപയോഗം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള നാരോ ആംഗിൾ ഗ്ലൂക്കോമയിലാണ്, അല്ലെങ്കിൽ ആംഗിൾ ക്ലോഷർ. സോ ആംഗിൾ ക്ലോഷർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്, അത് തുറന്നു. ഇപ്പൊ ട്രബിക്കുലാർ മെഷ്വർക്ക് ഓപ്പൺ ആയി. മാത്രമല്ല ഇവിടെയുള്ള ആംഗിൾ ഇത് തുറന്നു വരികയും ചെയ്യും. ഇനി പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അതല്ല, സാധാരണ സർജറി വരെ. പെരിഫറൽ ഇറിഡോട്ടമി, ഐറിസ് ഇങ്ങനെ ഇത് ചെയ്യുന്നതാണ് ഇറിഡോട്ടമി. സോ അത് ചെയ്യുന്നത് വരെ പ്രൊഫൈലാക്സിസ് ആയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുക. സ്ഥിരമായിട്ട് ലോങ് ടേം ഉപയോഗിക്കുന്ന മരുന്നല്ല. ആൻഡ് ദിസ് കോസസ് ആക്റ്റീവ് മയോസിസ് ഉണ്ടാക്കും. സോ ഇൻഹിബിറ്റ് നാരോയിങ് ഓഫ് ആംഗിൾ ഉണ്ടാക്കും. സോ ആംഗിൾ നാരോയിങ് എന്ന് വെച്ചാൽ ഇത് കുറയ്ക്കലുണ്ടാക്കും. ദെൻ പിന്നെ ഒരു പ്രശ്നം മിഡ് ഡയലേഷൻ ഓഫ് പീപ്പിളിന്റെ മിഡ് ഡയലേഷൻ. ഇതിങ്ങനെ ഇരിക്കുന്നതിനാണ് നമ്മൾ മിഡ് ഡയലേഷൻ. അതും കുറച്ചു. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആക്കി. സോ ഇത് രണ്ടാക്കും. സോ ഇതിന് നമ്മൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതിന് ഐറിസ് ബോംബെ ഫോർമേഷൻ എന്നാണ് പറയാം. ഐറിസ് ബോംബെ ഫോർമേഷൻ അതില്ലാതെയൊക്കെയാണ് ചെയ്യുക. സോ ഇതിന്റെ സൈഡ് എഫക്ട്സ് നമ്മൾ മറ്റേതിനകത്ത് പഠിച്ചാണെങ്കിലും ഇപ്പോൾ മയോപ്പിയൊക്കെ ഉണ്ടാക്കുന്നു പറയുമ്പോൾ തന്നെ അക്കോമഡേറ്റീവ് സ്പാസം ഉണ്ടാക്കും. സീലറി മസിൽസിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് സീലറി സ്പാസം, മയോപ്പിയ ഉണ്ടാക്കാം. ദെൻ അടുത്തൊരു പ്രശ്നം ഐറിസിൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഐറിസിസ്റ്റുകൾ ഉണ്ടാക്കാം. ദെൻ ഫേമസ് ഫോർ കാറ്ററാക്ട് പ്രോഗ്രഷൻ. ദെൻ പിന്നെ ഒരു പ്രശ്നം മൂക്കിലാണ്, നെയ്സോ ലാക്രിമൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. വായിൽ ഒരുപാട് സലൈവേഷൻ, ഹൈപ്പർ സലൈവേഷൻ ഉണ്ടാക്കാം. ദെൻ മൊത്തത്തിൽ തല, ഈ കണ്ണിരിക്കുന്ന ഭാഗം മൊത്തം വേദനയാണെന്നാണ് നമ്മൾ പറയാ. സോ ഡിഫിക്കൽറ്റി ഉണ്ടാക്കും. ബ്രോയേക്ക് അങ്ങനെയൊക്കെയുള്ള. സോ കണ്ണിന്റെ മുന്നിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ്. സോ അതുകൊണ്ട് സ്ഥിരമായിട്ടൊന്നും ഉപയോഗിക്കാനുള്ള മരുന്നല്ല. സോ ഒട്ടും കൊടുക്കാൻ പാടില്ലാത്തത് കാറ്ററാക്ട് ഉള്ളവരിൽ കൊടുക്കാൻ പാടില്ല. പീപ്പിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി കാറ്ററാക്ട് കാഴ്ച കുറവാണ്. ഇത് ചുരുങ്ങുമ്പോൾ പീപ്പിൾ ഇതിങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും, വീണ്ടും കാഴ്ച കുറയും. 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിൽ അക്കോമഡേഷൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, മയോപ്പിയൊക്കെ ഉണ്ടാക്കാവുന്നതുകൊണ്ട് അതിലും കൊടുക്കാറില്ല. ദെൻ ആസ്മ കൊടുക്കാനേ പാടില്ല. നമുക്കറിയാം കോളിനർജിക് ഡ്രഗ്സ് എല്ലാം ആസ്മയിൽ ഒഴിവാക്കുക. ദെൻ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കാം. ദെൻ ന്യൂ വാസ്കുലറൈസേഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലമുള്ള ഗ്ലൂക്കോമയിൽ കൊടുക്കാൻ പാടില്ല. സോ ഇത്രയാണ് നമുക്ക് കോളിനർജിക്സിനെ പറ്റി പറയാം. ഇനി നമുക്ക് പറയാനുള്ളത്
ഹൈപ്പർ ഓസ്മോട്ടിക് ഡ്രഗ്സ് ആണ്. ഹൈപ്പർ ഓസ്മോട്ടിക് ഡ്രഗ്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് IV മാനിറ്റോൾ എന്ന് പറയുന്ന മരുന്നാണ്. ഈ മരുന്ന് ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി വർദ്ധിപ്പിക്കും. ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? വാട്ടർ ഈസ് ഡ്രോൺ. ഇവിടെയുള്ള ബ്ലഡ് വെസലിലേക്ക് വെള്ളം ഇവിടുന്ന്, ഞാൻ വരച്ചത് ഇവിടെ നിന്നല്ല, ഇവിടെ നിന്നാണ്. സോ വിട്രിയൽ ഫ്ലൂയിഡ് ആണ്. വിട്രിയൽ ഫ്ലൂയിഡിൽ നിന്നുള്ള വെള്ളമാണ് വലിച്ചെടുക്കുക. സോ വിട്രിയൽ പ്രഷർ കുറയും. സോ ഇവിടെ അല്ല കുറക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. വിട്രിയസ് ഹ്യൂമറിൽ നിന്നാണ് വിഡ്രോ ചെയ്യുക. സോ ഉപയോഗിക്കുന്നത് 20% മാനിറ്റോൾ ആണ്. ഒരു 1 to 2 grams per kilogram. 1 to 2 grams per kilogram. ഒരു 20 മിനിറ്റ് കൊണ്ടാണ് സാറിന് കൊടുക്കുക. 15 to 30 മിനിറ്റ് കൊണ്ട് ഫലം കിട്ടും. ഒരു 6 മണിക്കൂർ നേരം ഫലം ഉണ്ടാവും. സോ ഉപയോഗിക്കുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവിൽ, സർജറിക്ക് മുമ്പ്, കണ്ണിന്റെ ഗ്ലൂക്കോമ സർജറിക്കൊക്കെ മുമ്പാണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ അടുത്ത മരുന്ന് നമ്മുടെ കണ്ണിൽ കരയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലിസറോൾ ആണ്. 50% ഗ്ലിസറോൾ ആണ്. സിറപ്പായിട്ട് കൊടുക്കും. 1 gram per kilogram ആണ് കൊടുക്കുക. ഇതിന്റെ പ്രശ്നം ഛർദിൽ ഉണ്ടാക്കും. ഭയങ്കര ഛർദിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാരിൽ ഗ്ലിസറോൾ ഒഴിവാക്കണം. ദെൻ ഐസോസോർബൈഡ് എന്ന് പറയുന്ന മരുന്നുകൾ കേട്ടിട്ടുണ്ടാകും. സോ ദാറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്. 45% കൊടുക്കാറുണ്ട്. ഇനി നമുക്കൊരു പുതിയ ഗ്രൂപ്പ് മരുന്ന് കൂടി കാണാം. ഒരു ഗ്രൂപ്പ് മരുന്ന് നമ്മൾ ഓൾറെഡി കണ്ടു, പ്രോസ്റ്റഗ്ലാൻഡിൻ F2 ആൽഫയിൽ കണ്ടു. അടുത്തത് റോക്കൈനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നാണ്. നമ്മൾ അഞ്ചേനയിൽ ഡിസ്കസ് ചെയ്ത ഒരു മരുന്നാണ് ഫാസുഡിലിന്റെ ഒരു അനലോഗാണ് റിപ്പാസുഡിൽ എന്ന് പറയുന്നത്. റോക്കൈനേസ് ഇൻഹിബിറ്റർ. സോ അടുത്ത മരുന്ന് ഇതാണ്, ഇന്ത്യയിലുള്ളതെന്ന് തോന്നുന്നു, നെട്രാസുഡിൽ. ഇത് FDA അപ്രൂവ്ഡ് അല്ല. ചൈനയിലോ അവിടെ ജപ്പാനിലൊക്കെയാണ് ഉപയോഗിക്കുക. നെട്രാസുഡിൽ ഇന്ത്യയിലും FDA അപ്രൂവ്ഡ് ആണ്. 0.02% ആയിട്ട് ദിവസം ഒരു നേരം ഒഴിച്ചാൽ മതി. മരുന്നുകൾ വാസോ ഡയലേഷൻ ഉണ്ടാക്കുന്ന മരുന്നാണ്. ദെൻ ഇറ്റ് ക്യാൻ ഡിക്രീസ് അക്വസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യാം. ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ വർദ്ധിപ്പിക്കുക. നോർമൽ ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ ഈ വഴി കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യാവുന്ന മരുന്നാണ്. സോ 2 കാര്യത്തിൽ ഉപയോഗിക്കാം. ഒന്ന് ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കാം, രണ്ടാമത്തത് ഓക്കുലാർ ഹൈപ്പർ ടെൻഷനിലും നമുക്ക് ഉപയോഗിക്കാം. പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വോർട്ടെക്സ് കെരോപ്പതിയാണ്. വോർട്ടെക്സ് കെരാറ്റോപ്പതി ഓർ കോർണിയൽ വെർട്ടിസിലേറ്റ. നമ്മൾ അമിയോഡാരോൺ ഒക്കെ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് സംഭവം. സോ ഇത്ര മരുന്നുകളെ കുറിച്ചിട്ടാണ് എനിക്ക് ഗ്ലൂക്കോമയിൽ പറയാനുള്ളത്. സോ ഇറ്റ്സ് എ ലെങ്തി വീഡിയോ. എല്ലാം ഒറ്റടിക്ക് തീർക്കാമെന്ന് കരുതി, അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.